കുരുമുളകൊക്കെ ഇട്ട് നല്ല എണ്ണയിൽ അസലായിട്ട് വറുത്ത് ചുവന്ന് കാണാൻ തന്നെ എന്ത് രസാണെന്നറിയോ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. എല്ലാരും അവിടെ കാത്തിരിക്കുക. ഞാൻ മരുന്നില്ലെന്ന് പറയേ. എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, സുഖമില്ല. വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താ ഈ മൂടൗട്ടിന് കാരണം? ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കഴിക്കേ. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. നീ എന്താ അവിടെ നിൽക്കണേ? എന്തേ അവിടെ ഒന്നും പറയാനുണ്ടോ? പിന്നെ എന്തിനാണ് എന്റെ എന്താ? ശീലമ, ഞങ്ങൾ വീട് പൂട്ടിയിട്ടില്ല, ഷോപ്പിങ്ങിന് പോവാണ്. കിച്ചണിൽ ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്. വെസ്റ്റ് പെണ്ണി കഴിച്ചോ. ഞാൻ നിന്നോട് എന്താ പറയാൻ ചാവാൻ പോവാ. കൊണ്ടോ കൊണ്ടോ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ ശരിയാക്കാം. ഇന്നലെ എന്തായിരുന്നു ഒരു പണിമുടക്ക്? പറയാൻ പാടില്ലാത്ത കാര്യമല്ലോ ആണോ? കോഴി വെട്ടാൻ പോയി. എന്തിനാ? പാവല്ലേ അത്? ഓ അത് ശരി, അത്രയുള്ള കാര്യം. കോഴിമുട്ട വെട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലേ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഭവത്തിന് മുമ്പ് പറയണം. ആകപ്പാട് 7-8 ദിവസമേ ഇവിടുള്ളൂ. അതിങ്ങനെ മൂഡാഫാക്കി കളയാനുള്ളതല്ല. എന്തേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അതെ, എന്നെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ സീസർ എവിടെ? അതേ ടോമി ചേട്ടാ. ടോമിയാ? ആ. ഏത് ടോമി? ആ ചെത്തലപ്പട്ടി. അതിന്റെ പേര് മാറ്റി. ആര് മാറ്റി? ഞാൻ മാറ്റി. എന്തിനു മാറ്റി? ചേട്ടാ, ചേട്ടനോട് വന്നതിന് ശേഷം നാട്ടുകാർ മുഴുവൻ സീസർ എന്നല്ല വിളിക്കുന്നത്. പിന്നെ വേണ്ട വേണ്ട വേണ്ട. ഞങ്ങൾ 10 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ പേര് വെച്ചിട്ടില്ലേ? ഇതെന്താ ഇതില്? എന്താ സോഡ? പിന്നെ ആള് ശരിയല്ലാട്ടാ. ശരിക്കും മരത്തിൽ കൂടി ചാരി നിർത്തിട്ട് മഫ്ലർ കുട്ടി ഒറ്റ ഇടിച്ചാലേ ശരിയാവുള്ളൂ. എന്ത് ഇത് പിന്നോട്ട് പോവാ? പണ്ടാരാണ് ഞാൻ. പിന്നെയും പിന്നോട്ട് പോണം. കുതിര അങ്ങോട്ട് തിരിച്ചു നിർത്തി. എന്നാലും ഓടും. അതൊന്നുമല്ല, എവനൊരു ചാവാളി സൈസാ. അവൻ അവന്റെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുക. ഓ പിന്നെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു ജന്തു. അണ്ണേ ഇങ്ങോട്ടൊന്ന് തിരിച്ചു നിർത്ത്. ആ ആ അയ്യോ അയ്യോ.
ഇപ്പൊ ഞാനുണ്ട്. എന്റെ ഈശോ. ഈശ്വരടാ പൗലോ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിടന്ന് നോവൽ എഴുതാ. എന്തേ ഇതിനടി കിടന്നോ? ആ നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ, ഞാൻ ഇപ്പൊ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാൻ. ആ എന്നാ നീ പോയിക്കോ. ഓക്കെ ഓക്കെ ബൈ ബൈ. ബൈ ബൈ. കാലെടുക്കണ കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. ആര്? മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഔട്ടിങ്ങിന് പോണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച 2 സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി കാണാതെ. ഹിന്ദുവിന് നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയല്ലോ. ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പണിയല്ല. നമുക്കിപ്പോ എന്തോ ഞാനിപ്പോ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തിനു ഈ ആശുപത്രി നീ കൊണ്ടുപോകും? ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണമെങ്കിൽ പോയേ. ചേട്ടാ അത് പ്രശ്നമാണ്. നീ പോവാൻ. ചേട്ടാ സീരിയസ് ആണ്. നിന്നൊക്കെ ഏത് നേരത്തെ ജനിച്ചേ? 1944 കർക്കിടകം 14-ാം തീയതി 3 നക്ഷത്രം. അയ്യ. ആത്മഹത്യാ മുനമ്പ്. പേരെങ്ങനെയാണെങ്കിലും ഊട്ടിയിലെ ഏറ്റവും ക്രൂഡ് ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണിത്. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാൻ സത്യം പറഞ്ഞ പേടിയാ. വേറൊന്നും കൊണ്ടല്ല, എന്നെ അവിടെ നിന്ന് എന്തോ ഒന്ന് ആകർഷിക്കുന്നത് പോലെ. ഒന്ന് ചാടിയാലൊന്ന് മുന്നിൽ പോലൊരു തോന്നലുണ്ടാവും. ഈ അഗാധതയുടെ സൗന്ദര്യത്തിലോ നിഗൂഢതയിലോ ആഴ്ന്നിറങ്ങാൻ. പിന്നെ ധൈര്യം സംഭരിച്ചാണ് പിന്തിരിയുന്നത് തന്നെ. ഇന്ത്യയിൽ അങ്ങനെ തോന്നാറുണ്ടോ? ആത്മഹത്യ ചെയ്യാൻ ഇവിടെ വരിക എന്നതിനേക്കാളേറെ ഇവിടെ വന്നതിന് ശേഷം ചിന്തിക്കപ്പെടുക എന്നതായിരിക്കും ശരി, അല്ലേ? ഒരു പ്രാവശ്യം ഞങ്ങൾ ടൂറിന് വന്നപ്പോ നേരിട്ട് കണ്ടാണ്. ഒരു പയ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് മാറി എല്ലാരെയും സാക്ഷി നിർത്തി ഗുഡ് ബൈ പറഞ്ഞ് ഒറ്റച്ചാട്ടം. ആ നിമിഷം ഇന്നും മറക്കാനാവുന്നില്ല. ചിന്തിക്കാൻ രസകരമായ വിഷയമാണ് ആത്മഹത്യ, മരണം, ജീവിതം. ഇപ്പൊ തന്നെ നോക്ക്, നമ്മൾ രണ്ടുപേരിൽ ആരായിരിക്കും ആദ്യം മരിക്കുക? എന്തു പറ്റി? നമുക്ക് പോവാം. എടി അന്നെ ആ മുരിങ്ങക്കറി ശ്രീരാമൻ കൊടുത്തേ. തമിഴ് സിനിമയൊന്നും കാണാറില്ലേ? മുരിങ്ങക്കറി ഇഷ്ടം പോലെ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉള്ളി കഴിക്കുക. മുരിങ്ങക്കായും ഉള്ളി കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആന്റി ഇപ്പൊ പറയുന്നു. വേണ്ട, അത് അവരുടെ അപ്പാപ്പൻ പറഞ്ഞതായിരിക്കും. പുള്ളിക്കാരനെ ഹൈ ക്ലാസ് ഒരു ശാപ്പാട്ടുരാമനായിരുന്നു. തീറ്റ മത്സരത്തിൽ ഇയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്.
ഇവരുടെ അപ്പാപ്പനെ ഒരു 100-150 വർഷങ്ങൾക്കും പപ്പ 14ാമത്തെ പ്രാവശ്യം കഥ പറയുന്നത്. അതല്ലട മോനെ, പപ്പ ഇതില് പുതിയ ചില സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ആ അങ്ങനെ ഈ അപ്പാപ്പൻ അപ്പാപ്പൻ പെട്ടെന്ന് മരിച്ചു. എന്താ ചെയ്യാ, പാവല്ലിടെ എന്നെ കഴിക്ക്.